ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഈ പറയുന്ന തന്ത്രിയാണ് എല്ലാത്തിന്റെയും ആസൂത്രകൻ എന്ന രൂപത്തിൽ അങ്ങും മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട വിവരം, വാജി വാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട വിവരം, അതൊരു രഹസ്യമായി കൈമാറലായിരുന്നില്ല, പക്ഷേ അതിലൊരു അബദ്ധം പറ്റിയതാണ് ദേവസ്വം ബോർഡിന് എന്നാണോ അങ്ങേക്ക് തോന്നുന്നത്? അതോ ഈ കൈമാറ്റത്തിൽ മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടാകുമോ? ഇതിനകത്ത് നമുക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു നമ്മൾ ഇമേജിൽ കാണുന്ന ഈ ഫോട്ടോയിൽ വെച്ചിട്ട് ഇവർക്ക് അങ്ങോട്ട് തന്ത്രിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സംഭവം അത് യഥാർത്ഥത്തിൽ ഇത് വെച്ചിട്ടുള്ള ഒരു കൈമാറലല്ല. യഥാർത്ഥത്തിൽ അതിന്റെ മേളിൽ, പടങ്ങിന്റെ മേളിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയാണ്. അതായത് ഈ വാജിവാഹനം നമ്മൾ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ സമയത്ത് ഒരു പടങ്ങൊക്കെ ഉണ്ടാക്കി തന്ത്രി മേളിൽ കയറിയിട്ടാണ് അത് പ്രതിഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇളക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഈ തന്ത്രി തന്നെ അതിന്റെ മേളിൽ കയറിയാണ് അത് ഇളക്കേണ്ടത്. പക്ഷെ ഇവിടെ അത് ഇളക്കിയിരിക്കുന്ന പണിക്കാരാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കിടുന്നതിന്റെ അനാവശ്യ ചെലവുകൾക്ക് തന്ത്രി മേളിൽ കയറണമെങ്കിൽ അത്ര സേഫ് ആയിട്ടുള്ള പടങ്ങും ചുറ്റിയുള്ള വേലിയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പണിക്കാർ കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ തട്ടിക്കൂട്ട് പടം ഉണ്ടാക്കിയിട്ട് അവർക്ക് കയറാൻ അത് മതി, പണിക്കാരന് കയറാൻ അത് മതി. പക്ഷെ തന്ത്രി കയറണമെങ്കിൽ അത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാക്കണം. പ്രതിഷ്ഠ സമയത്ത് നമുക്ക് ഇങ്ങനെയാണ്, തന്ത്രി മേളിൽ കയറിയിട്ടാണ് അദ്ദേഹത്തിന്റെ കൈ കൊണ്ടാണ് ആ വാജിവാഹനം വെക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അത് ഇളക്കേണ്ടതും. ഇത് അദ്ദേഹം ഇളക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രോക്സിയായ ഒരു പണിക്കാരൻ അവിടെ മേളിൽ ഇളക്കി. അതുകൊണ്ട് അത് നേരെ താഴെ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഏറ്റുവാങ്ങി. ആ ഏറ്റുവാങ്ങി നേരെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകല്ല. അത് കഴിഞ്ഞത് ഓഫീസിലൊക്കെ വന്ന് ഈ പറ മൊത്തം ഇളക്കി, ധാരവാലരൊക്കെ ഇളക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കൈമാറ്റം. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരു വിളിച്ച അനൗൺസ്മെന്റ് കൂടെ അദ്ദേഹം മൗസാർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാൽ അവിടെ ഒരു അനൗൺസ്മെന്റ് കൂടി, ഇതാ തന്ത്രിയുടെ അവകാശമായ വാജിവാഹനം ഇതാ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ അനൗൺസ്മെന്റോ അല്ലെ കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യനോ ഇത് തന്ത്രിയുടെ അവകാശമായിട്ട് കൊണ്ടുപോകുന്നതായിട്ടൊന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ല. അത് ജസ്റ്റ് ഒരു സാങ്കത്യമാണ്. അവിടെ സാക്ഷിയായിരുന്ന മധു മണിമല പറയുന്നത്, ശ്രീ മഹേഷ് പണിക്കർ, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് വാജിവാഹനം എന്ന് തന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ പ്രയാർ ഒന്ന് അങ്ങോട്ട് നോക്കുന്നു, ഈ പറയുന്ന കുറിപ്പിനെ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊടുക്കൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹമാണ് അത് ഇളക്കേണ്ടത്. ആ കൊടിമരത്തിന്റെ മേളിൽ നിന്ന് അത് ടെക്നിക്കലി അത് ഒരു ക്ഷേത്രത്തിന്റെ വിഗ്രഹമാണെങ്കിലും വിഗ്രഹം പ്രതിഷ്ഠ സമയത്ത് അദ്ദേഹമാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അതുപോലെ ആ വിഗ്രഹം ഏത് വിഗ്രഹമാണെങ്കിലും ക്ഷേത്രത്തിന്റെ വിഗ്രഹമാണെങ്കിലും അദ്ദേഹമാണ് കൈ കൊണ്ട് പിടിച്ചത് പൊക്കി ഇളക്കേണ്ടത്. ഇവിടെ ഒരു പണിക്കാരൻ ഇളക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു എന്നുള്ളൊരു സാങ്കത്യം മാത്രമേ ഉള്ളൂ. ഈ മൈനറായ ദേവന്റെ രക്ഷകർത്താവാരാണ്? ദേവന്റെ രക്ഷകർത്താവല്ലോ, പിതൃസ്ഥാനീയനായിട്ട്. അത് ദേവന്റെ പ്രതിഷ്ഠ നടക്കുന്നത് ഈ തന്ത്രിയുടെ കരങ്ങൾ കൊണ്ടാണ്. അതേപോലെ ദേവന്റെ പിതൃസ്ഥാനത്ത് തന്ത്രിയാണ് വരിക. അപ്പോൾ ആ അവകാശമാണ് തന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അത് ഈ അവകാശം എന്ന് പറയുന്ന തന്ത്രസമുച്ചയത്തിലൊക്കെ പറയുന്ന ഈ അവകാശം എന്ന് പറയുന്നത് ഇവര് തന്നെ, അതായത് കാലാകാലങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനത്തെ റിപ്പോർട്ട് ഇതിനെതിരെ വരാഹൻ ക്ഷേത്രത്തിലൊക്കെ കേസും ഒക്കെ വഴക്കൊക്കെ ആയതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനും ഇവരുടെ വേതന വ്യവസ്ഥകൾ, തന്ത്രിക്ക് എല്ലാ ദിവസത്തെ ശമ്പളമല്ല, ഈ പറഞ്ഞ അടിയന്തരാദി കർമ്മങ്ങൾക്ക് മാത്രം, അതായത് ഉത്സവാദി പൂജകൾക്ക് മാത്രമുള്ള വേതന വ്യവസ്ഥകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തന്ത്രസമാജവുമായിട്ട് ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരാർ ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ശിവകുമാർ സാറിന്റെ അനുജനായിട്ടുള്ള ഒരു ഓഫീസറാണ് അതിനെക്കുറിച്ച് അന്വേഷണവും അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി രാജഗോപാൽ സാറിന് കൊടുക്കുന്നത്, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ. ആ അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ച് ഇവർ പരസ്പരം ഉള്ള ഒരു കരാറാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക്, ഇന്നൊക്കെയാണ് ശമ്പളം, ഇവർക്ക് ഇന്നൊക്കെയാണ് ഇവരുടെ മുണ്ട് അല്ലെങ്കിൽ വസ്ത്രം, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ കോടി കൊടുക്കുക എന്ന് പറഞ്ഞ സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞാണ് ഇപ്പം സ്മൃതി മാഡം ഇച്ചിരി മുമ്പ് വായിച്ച വാക്കുകൾ, അതായത് ഇതുപോലത്തെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പൂജ കഴിഞ്ഞിട്ട് കേടായിട്ട് വരുന്ന സാധനങ്ങൾ, ലോഹമാണ് ഇവർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. യഥാർത്ഥത്തിൽ തന്ത്രസംശത്തിൽ കൊടിമരത്തിന്റെ കേസ് പറഞ്ഞാൽ പഴയ കാലത്ത് മരത്തിലുള്ള കവുങ്ങിലുള്ള കൊടിമരമാണ് എല്ലാ ക്ഷേത്രങ്ങളും ഉള്ളത്. അതിന്റെ മേളിൽ മരത്തിലുള്ള ഒരു വാജിവാഹനമോ അല്ലെങ്കിൽ മറ്റ് നന്ദി വിഗ്രഹമോ അല്ലെങ്കിൽ ഗരുഡ വിഗ്രഹമോ ഒക്കെ വരുന്നത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പം സ്വർണ്ണത്തിലുള്ളതും ഇത്രമാത്രം കോടാനുകോടി വിലയുള്ളതുമായിട്ടുള്ള വിഗ്രഹങ്ങൾ അവർക്ക് വേണമെന്ന് പറയുന്ന അവകാശത്തിന് ഒരു സാങ്കത്യം ഉള്ളതല്ല. അത് അന്നത്തെ 14-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മരക്കൊടിമരവും മരത്തിലുള്ള അത് ഒരു കൊടിയേറ്റ് ഉത്സവം കഴിയുമ്പോൾ ആ കൊടിമരം നശിപ്പിക്കുകയാണ്. ആ കൊടിക്കൂറയും ഒക്കെ ഇവർ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അതൊരു അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സ്വർണ്ണക്കൊടിമരം അല്ലെ ലോഹത്തിലുള്ള കൊടിമരം വന്നേ പിന്നെ ഇങ്ങനൊരു സംഭവം സംഭവിക്കാറേ ഇല്ല. ഇത് വളരെ അപൂർവമായിട്ട് ഇവർ ആവശ്യപ്പെടാറുണ്ട്. ഇവർ ആവശ്യപ്പെടുന്നത് വേണ്ട എന്ന് വ്യക്തമായിട്ട് അവിടെ തന്നെ 2012 ഒരു നിയമം ഉണ്ടാക്കി. അത് ഉറപ്പായിട്ടും തന്ത്രിക്ക് അറിയാമല്ലോ. ഒറ്റ കാര്യം കൂടി മഹേഷ് പണിക്കർ, ഈ പറയുന്ന ഈ കൊടിമരത്തിന് താഴെ, ഇത് സിമെന്റ് കൊണ്ടുണ്ടാക്കിയതാണല്ലോ, തയ്യാറാക്കിയതാണല്ലോ, ഇതിന് താഴെ കമ്പികളൊക്കെ പൊളിഞ്ഞ് അതിന് സിമെന്റ് ഒക്കെ അടർന്ന് കമ്പിയൊക്കെ പുറത്തേക്ക് വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് അജയ് തറയിൽ ആവർത്തിച്ച് പറയുന്നത്. അങ്ങ് കണ്ടിട്ടുള്ളതല്ലേ? പച്ചക്കള്ളമാണ്. അത് ആ ഫോട്ടോയിൽ തന്നെ എല്ലാവർക്കും കണ്ണുകൊണ്ട് നോക്കാവുന്നേ ഉള്ളൂ. ഒരു തരത്തിലും കാര്യം അത് അറിയാൻ പറ്റില്ല. ഇതൊരു
കവറിങ്, അതായത് ചെമ്പുപാളി വെച്ചിട്ട് സ്വർണം പൂശി സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി വെച്ച് കവർ ചെയ്തിരിക്കുന്നതിനകത്ത് എങ്ങനെയാണ് അത് അതിനകത്തുണ്ടെന്ന് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ കേടായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുക? ഇവർ ഉറുമ്പരിച്ചു എന്നുള്ള ഒരു വെറും ഒരു തരത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരു ആരോപണമാണ് ആദ്യമേ ഇത് മാറ്റാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 130 കിലോയ്ക്ക് ആ കൊടിമരം ഉണ്ടാക്കാനായിട്ട് ഒരു എന്താ പറയുക സ്പോൺസർ വരുന്നു. അങ്ങനെ അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് മൊത്തം സ്വർണ്ണത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യകാലത്ത് ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം സ്പോൺസറെ കണ്ടെത്തുന്നു, സ്പോൺസറെ കണ്ടെത്തിയതിനു ശേഷമാണ് കുഴപ്പം കണ്ടെത്തുന്നത് അല്ലെ? അതെ, സ്പോൺസറെ കണ്ടെത്തിയതിന് ശേഷമാണ് ഈ പറഞ്ഞ നമ്മുടെ എന്താ പറഞ്ഞ ഇതിന്റെ മരം കണ്ടെത്തുന്നതും ഇതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാവരും ഫിക്സ് ചെയ്യുന്നത്. കാര്യം ഇതൊരു കൊള്ളയ്ക്ക് വേണ്ടി തന്നെയാണ്. അതായത് ഈ വാജിവാഹനവും ഈ അഷ്ടദിക്കും ഈ പഴയ കൊടിമരവും അതിന്റെ ഒരു വാല്യൂ കണ്ടുകൊണ്ട് ഈ കൊള്ളയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അത് ഇനി അന്വേഷണത്തിൽ തെളിയും. അത് ബാക്കി അയ്യപ്പൻ ഇത്രയും കൊണ്ടുവരാമെങ്കിൽ ബാക്കിയും കൊണ്ടുവരാൻ അയ്യപ്പൻ അറിയത്തില്ലേ? അപ്പൊ അത് ഉറപ്പായിട്ടും അന്വേഷണത്തിൽ വരും. കാര്യം ഉറപ്പാണത്. കാര്യം അങ്ങനെ അല്ലാതെ ഒരിക്കലും ഇത് സാധിക്കത്തില്ല. കാര്യം ഈ പറഞ്ഞ എന്താ പറഞ്ഞ ഉറുമ്പരിച്ചു അല്ലെങ്കിൽ ചെതലരിച്ചു എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അറിയാനും പറ്റില്ല. ഇവരെങ്ങനെ അറിയുന്നത്? ഇളക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അന്നേരം ഇതിനകത്ത് വേറെ ഈ സ്ഥപതിമാരെയോ അല്ലെങ്കിൽ ശില്പിമാരെയോ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊക്കെ നമുക്ക് ഇപ്പൊ ലേസർ ടെക്നോളജി ഒക്കെ ഉണ്ട്. ഈ ഇതിനകത്ത് കമ്പി ദ്രവിച്ചിട്ടുണ്ടോ കമ്പി ഇതായിട്ടുണ്ടോ എന്നൊക്കെ ലേസറിലൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ ടെക്നോളജി ഉള്ള കാലത്ത് അങ്ങനെ ഒരു പരിശോധനയോ അങ്ങനെ ഒരു റിപ്പോർട്ടോ ഇതിനകത്തില്ല. ഇവരങ്ങ് തീരുമാനിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ദേവപ്രശ്നം ഉണ്ടാക്കുന്നു. അടുത്ത ഉടനെ എക്സിക്യൂഷൻ ആണ്. ഇതിനൊരു കരാറില്ല. ഇത് ജസ്റ്റ് ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തിയെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊരു ടെൻഡറിൽ പോയതല്ല. എന്നിട്ട് ദേവസ്വം ബോർഡിൽ നിന്നും 700 ഗ്രാം സ്വർണ്ണം എടുത്തിട്ടുണ്ട്. ഈ കൊടിമരം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ആ ബരിക്കൽപുരയുടെ മേലുള്ള താഴെക്കുടത്തിന്റെ കളർ പോരാന്ന് പറഞ്ഞ് ആ താഴെക്കുടം പൂശാനായിട്ട് 700 ഗ്രാം അഡീഷണൽ മേടിക്കുന്നവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന്. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തു എന്നാണ് അങ്ങ് പറയുന്നത്. ഇപ്പോൾ അത് കൂടാതെ ഈ പറയുന്ന പല പണക്കാരിൽ നിന്നും സിനിമാ താരങ്ങളിൽ നിന്നൊക്കെ പണം പിരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അത് ഈ വാജിവാഹനവും അഷ്ടദിക്കും വാർക്കുന്നതിന്, ഈ പണിശാലയെ വെച്ച് വാർക്കുന്നതിന് അതിനുവേണ്ടി കിലോ കണക്കിന് 10-25 കിലോ സ്വർണ്ണം ഇവർ പലരെയും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. കാര്യം അതൊരു അപൂർവ അവസരമായിട്ട് കണ്ടെത്തി ഒരുപാട് പേര്, അത് എല്ലാവരും ഭക്തജനങ്ങൾ, അത് അയ്യപ്പനോടുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷെ അതിനൊരു എംബുക്കോ അത് എത്ര കളക്ട് ചെയ്തെന്നോ ഒരു കണക്കും ഇല്ല. ഈ പറഞ്ഞ ഹൈക്കോടതി നിരീക്ഷിച്ച ഇദ്ദേഹമാണെങ്കിലും ഈ വാജിവാഹനം കൊടുക്കുമ്പോൾ അദ്ദേഹം ഹൈക്കോടതിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ? അതായത് ഇന്ന പോലത്തെ ഒരു ഇന്ന രീതിയിലുള്ള ഡിസ്പ്യൂട്ട് ഒരു സാധനം 2012 തീരുമാനപ്രകാരം കൊടുക്കാൻ പാടില്ലാത്ത. പക്ഷെ അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. പക്ഷേ ശ്രീ മഹേഷ് പണിക്കർ, ഇതിലൊക്കെ തന്നെ ഈ ASP കുറുപ്പ് എന്ന് പറയുന്ന അമിക്കസ് ക്യൂറി കോടതി നിയോഗിച്ച ആളാണല്ലോ. അപ്പോൾ കോടതി അറിയിച്ചതിനു ശേഷമാണ് ഈ കൊടിമരം മാറ്റാനുള്ള തീരുമാനമുണ്ടാകുന്നത് എന്നുകൂടിയാണ് ഈ അജയ് തറയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിക്ക് അറിയാം, കോടതിയുടെ ഭാഗമായി വന്നിരിക്കുന്ന കോടതിയുടെ പ്രതിനിധിയും കാണുകയാണ്. തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വളരെ സ്പഷ്ടമായിട്ട് പറ്റിച്ചിരിക്കുന്നു. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ തെളിവാകുവാണ്. അപ്പം അത് മനസ്സിലാക്കണം. ഈ റിപ്പോർട്ടിനകത്തൊക്കെ പരിശോധിക്കണം. ഈ വാജിവാഹനം ഇത്ര കോടി രൂപ വിലയുണ്ടെന്നൊക്കെ ആരോപിക്കുന്ന ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് കോടതി നിയോഗിച്ച ASP കുറുപ്പ് കോടതിയെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും കോടതിയെ വഞ്ചിച്ചു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചു, ഈ പറഞ്ഞ സകലമാന അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു. ഇത് ഈ പറഞ്ഞ ഈ രീതിയിൽ ഒരു സ്പോൺസറെ കൊണ്ടുവന്നിട്ട് ആ സ്പോൺസറിന്റെ കൂടെ അല്ലാണ്ട് ബാക്കി ഇത്രയും പറയുന്ന അവർ കൈപ്പറ്റിയിരിക്കുകയാണ്. ഈ നാട്ടുകാരെ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ വാജിവാഹനം തന്ത്രിയുടെ പേരില്ല. യഥാർത്ഥത്തിൽ തന്ത്രിയെ പറ്റിച്ചു എന്നാണ് എന്റെ ഒരു തരത്തിലുള്ള അവകാശവാദം. തന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ഇത് അപ്പോഴേ ഒരു വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്ത്രിയുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ തന്ത്രിക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. എന്റെ ഉണ്ട്, ഞാൻ തിരിച്ചു തരാന്ന് പറഞ്ഞ് വേറൊന്നും കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഇപ്പൊ വന്നിരിക്കുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒറിജിനൽ സാധനം അത് കടൽ അന്നേ കടന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൂമിലുണ്ടെന്ന് പറയുന്ന അഷ്ടദിക്കും അല്ലെങ്കിൽ റൂമിലുണ്ടെന്ന് പറയുന്ന ഈ പറകളും ഉറപ്പായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അത് ഒറിജിനൽ ആയിരിക്കത്തില്ല. ഈ ഭണ്ഡാരി ഈ പറഞ്ഞ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ടീമൊക്കെ അതെടുത്ത് മാറ്റിയിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവിടെ കയറ്റി വെച്ചിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അത് പരിശോധനയിൽ കൂടെ മാത്രമേ അറിയാൻ പറ്റൂ. തീർച്ചയായിട്ടും പറയാനായിട്ട് ഇപ്പൊ ഈ റിപ്പോർട്ട് വന്ന പോലെ 2012 രാജഗോപാൽ സാർ ഉണ്ടാക്കിയ റിപ്പോർട്ട് പുറത്തു വന്നതുപോലെ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് സത്യം വെളിവാകും. ഉറപ്പായിട്ടും ഇതൊരു നിരന്തരമായ 2009 പോറ്റി അവിടെ തുടങ്ങി വെച്ച താഴെക്കുടം, വിജയമല്യ ചെയ്ത താഴെക്കുടം, നമ്മൾ മാളികപ്പുറത്തിന്റെയും മറ്റേ ഇതിന്റെയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ പണി തുടങ്ങിയതാണ്. 2019 പാളി മാത്രത്തിലാണ് ഇവർ ഇപ്പൊ പിടി വീണിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമലയിൽ നടന്ന ഏറ്റവും ഭീകരമായ കൊള്ള എന്ന് പറയുന്നത് ഈ പറയുന്ന കൊടിമരത്തിന്റെ കൊള്ളയാണ്. അത് ഉറപ്പാണ്. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് ഉന്നയിച്ചത്. ശ്രീ ജയേന്ദ്രനിലേക്ക് പോയിട്ടില്ല. Debate with Smriti Parithikkad.